എന്റെ പൊന്നുമോ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, ഞാൻ വിളിയല്ലേ എന്റെ ജിയോ മോനെ എന്ന്, എന്റെ പൊന്നു ജയിലിലേക്ക് മാറ്റും. ആട്ടക്കുളങ്ങരയിലെ ജയിലിലേക്ക് മാറ്റും എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. കുടുംബാംഗങ്ങൾ ഇപ്പോഴും, ഷാരോണിൻ്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഷിമു, നേരത്തെ നമ്മൾ റിജിനോട് സംസാരിച്ചിരുന്നു, തിരക്കിനിടയിൽ ഷിമോണോടും സംസാരിച്ചു. ഇപ്പോൾ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. ഷിമോണെ, ഈ കേസിനെ നിങ്ങൾ തുടക്കം മുതൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുന്നത് ഷിമോണാണ്. കാരണം ഷിമോൺ ഈ ആയുർവേദം ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഷിമോണ് സംഭവിച്ചതിനെ പറ്റി ഒരു പ്രാഥമിക ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്നൊക്കെ ഒരു തോന്നലുണ്ടായപ്പോൾ അത് തുടക്കത്തിൽ ഒരു കഷായം കൊടുത്തെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ കഷായം കുടിച്ചിട്ട് ഇങ്ങനെ വരൂല എന്നുള്ള കാര്യത്തിൽ ബോധമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സിംറ്റംസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉള്ളിൽ എന്തോ വിഷം പോലത്തെ എന്തോ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് വന്നതെന്ന്. അത് നമ്മൾ ഏത് ആശുപത്രി കൊണ്ടുപോയപ്പോൾ? നെയ്യാറ്റിൻകരയിലെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അല്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിടുന്നത്. പിന്നെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ അരുണ മാഡം ആദ്യമേ പറഞ്ഞതാണ്, ഈ സിംറ്റംസ് വെച്ചിട്ട് വിഷം പോലുള്ള എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട്, അപ്പോൾ അത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചാണ് ഫുള്ള് കിട്ടിയത് കാര്യങ്ങൾ. ആദ്യഘട്ടത്തിലൊന്നും ഈ ഗ്രീഷ്മയെ തള്ളി പറയാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല അല്ലേ? അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലാണ് ഈ കാര്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറയുന്നില്ല. അതായത് അവന് മരിക്കുമെന്നുള്ളത് അവ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവ ആദ്യം ആരുടെ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ രജിൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതവൻ പിന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറയണം. അതിനുശേഷം അവന് ഏകദേശം ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് പപ്പയെടുത്ത്, എനിക്ക് തോന്നുന്നു 22-ാം തീയതി പപ്പയെടുത്ത് എല്ലാ കാര്യങ്ങളും, അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പപ്പയെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് പപ്പ അവനെ ക്ലീനാക്കാൻ പോവുക രാവിലെ ICUവിലോട്ട്. അപ്പോൾ ICUവിൽ വെച്ചിട്ട് പപ്പയെടുത്ത് അവയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കേസിലെ ഇപ്പോൾ റിജിൻ്റെ മൊഴി നിർണായകമായി മാറി. അതോടൊപ്പം തന്നെ ഈ ഫിസിക്കൽ എവിഡൻസുകൾ, ഈ പറയും കുപ്പി മാത്രമാണ് ഫിസിക്കൽ എവിഡൻസ് ആയുള്ളത്, ബാക്കിയെല്ലാം ഡിജിറ്റൽ എവിഡൻസ് ആണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ശിക്ഷ? അല്ല, ഡിജിറ്റൽ തെളിവുകൾ മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകളും അതിൻ്റെ കൂടെ മെഡിക്കൽ തെളിവ് ഭയങ്കര ഒരു വലിയ ഒരു സപ്പോർട്ടാണ് ഇതിന് കിട്ടിയത്. കാരണം മെഡിക്കൽ തെളിവുകൾ അത്ര ഇമ്പോർട്ടൻസ് ആണ് ഈ കേസിൽ. അതുകൂടാതെ ഡോക്ടേഴ്സിൻ്റെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞ മൊഴി വെച്ചിട്ട് ഈ ക്യാപ്പിക്ക് കൊണ്ട് മാത്രമേ ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അത് മെഡിക്കൽ തെളിവ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഇതിന് വന്നിട്ടുണ്ട്. ശരിയാണ്. ആദ്യത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ ആ വാർത്ത നൽകുന്നത് ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. അതിൽ ബ്ലഡിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ ബിൽറൂബിൻ കണ്ടന്റ് കൂടുതലാണ് എന്നുള്ളതായിരുന്നു ആ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത് വെച്ചാണ് നമ്മൾ ആദ്യം വാർത്ത നൽകുന്നത്. അപ്പോൾ അതൊക്കെ നിർണായകമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇത് ആ ഒരു മെഡിക്കൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു തെളിവാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ വിദഗ്ധരുടെ ഭാഗത്തുനിന്നും നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള സാക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേസിനെ നല്ലപോലെ പിന്തുണയ്ക്കുമെന്നാണ്. ഈ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വിധിയാണോ നമ്മൾ പ്രതീക്ഷിച്ചത്? അല്ല, ശരിക്കും ഇപ്പോൾ ഞങ്ങൾ കോടതി വിധിയെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പ്രോസിക്യൂട്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി തീരുമാനിക്കുന്നു. അമ്മാവനെതിരെ തെളിവ് നശിപ്പിക്കൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പരമാവധി ശിക്ഷ, ഇന്നലെ ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു വീട്ടിൽ പോയി. അപ്പോൾ അച്ഛൻ പറയുന്നത് പരമാവധി ശിക്ഷ എന്നുള്ളത് തന്നെയാണ്. പരമാവധി അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പരമാവധി നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് കോടതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ശരി, എന്തായാലും ഈ കുടുംബത്തിൻ്റെ പോരാട്ടം ഈ കേസിൽ നിർണായകമായിരുന്നു. ഷിമോൺ അടക്കം, അതോടൊപ്പം തന്നെ ഷിമോണിൻ്റെ അച്ഛൻ, അമ്മ, അതോടൊപ്പം ഷിമോണിൻ്റെ അമ്മാവൻ, ഈ ഇത്രയും ആളുകളുടെ ഒരു പോരാട്ടം വിജയം കണ്ടു എന്നുള്ളതാണ് പറയേണ്ടത്. ഇവർക്ക് ഇതൊരു മകൻ്റെ മരണം കഴിഞ്ഞു, എന്നാൽ പിന്നെ എന്തായാലും കഴിഞ്ഞു എന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ അങ്ങനെ അങ്ങ് ഒഴിവാക്കി പോകുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ പോലും. വിധി വന്നിരിക്കുകയാണ്, തൃപ്തരാണോ? പ്രതിയിൽ തൃപ്തരാണ്. പക്ഷേ ഒരു പാവപ്പഴ പറ്റിയിട്ടുണ്ട്. ഈ ഗ്രീഷ്മയുടെ അമ്മ, അവരെയും കൂടെ ശിക്ഷിച്ച ഞങ്ങൾക്ക് തൃപ്തരാകുമായിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ പൂർണ്ണമായി ഇതിൽ കുറ്റം ചെയ്തവളാണ്. നേരത്തെ അവളെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കളിയും കളിച്ചവളാണ്. അതിൻ്റെ ഒരു വിഷമം ഉണ്ട്, മാനസികമായി തകർച്ചയുണ്ട് ഞങ്ങൾക്ക്. ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണ്. അമ്മയെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? അവൾ അമ്മയെയും ശിക്ഷിക്കണമായിരുന്നു. വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. 3 പേരും കൂടെ ചേർന്നാണ് എൻ്റെ പൊന്നിന് കൊന്നുകളഞ്ഞത്.
അവളെ അമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമായിരുന്നു. അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അമ്മയെ വെറുതെ വിട്ടതിൽ വിഷമമുണ്ട്. അമ്മയെ വെറുതെ വിട്ടതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അതായത് എന്ത് കാരണത്താലായിരിക്കാം? അതറിയില്ല. ഇനിയിപ്പോ അടുത്ത് മുന്നോട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാ? ഇവിടെ ഇരുന്ന് റൂമിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ നോക്കുമ്പോഴേ എന്റെ പൊന്നു മോനെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, എന്റെ ജിയോ മോനെ, ഞാൻ വിളിയല്ലേ എന്റെ ജിയോ മോനെ എന്ന്. എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു മോനെ, അയ്യോ എന്റെ പൊന്നു മോനെ, ഇവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുന്നു. അയ്യോ എന്റെ പൊന്നു മോൻ, ഏത് ഇഷ്ടത്തിൽ എന്റെ പൊന്നു മോനെ ചതിച്ച്, അയ്യോ കൊന്നില്ലേ, അയ്യോ എന്റെ പൊന്നു. അതെ, അവൻ അവിടെ അതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നത്. അയ്യോ